മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായതോടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന NPP ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ പിന്തുണ പിൻവലിച്ചത് BJP സർക്കാരിന് ഒരു തരത്തിലുമുള്ള ഭീഷണിയാകില്ല എന്നതാണ് നേരത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന സർക്കാരിനെ താഴെ വീഴ്ത്താൻ പോന്ന ശക്തി ആ പിന്തുണ പിൻവലിക്കൽ പരിപാടിക്ക് ഇല്ല എന്ന് BJP പരിഹസിച്ചിരുന്നു. NPP പിന്തുണ പിൻവലിച്ചതോടെ നിയമസഭയിൽ NDA സർക്കാരിന്റെ അംഗസംഖ്യ 53-ൽ നിന്നും 46 ആയിട്ടാണ് കുറഞ്ഞത്. സംസ്ഥാന സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്ന് NPP BJP അധ്യക്ഷൻ JP നദ്ദയ്ക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് NPP അധ്യക്ഷനും മേഘാലയ മുഖ്യമന്ത്രിയുമായ കോൺറാഡ് സാങ്മ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 60 അംഗ നിയമസഭയിൽ 7 അംഗങ്ങളാണ് NPPക്കുള്ളത്. 37 അംഗങ്ങൾ BJPക്കുമുണ്ട്. NPP പിന്തുണ പിൻവലിച്ചതോടെ ശക്തി അല്പം ക്ഷയിച്ചുവെങ്കിലും സർക്കാർ സേഫാണെന്നും BJP കരുതിയിരുന്നു. ഇതിനു പിന്നാലെയാണ് BJP ഞെട്ടിച്ച കുലുക്കം സംഭവിച്ചത്. അത് ജിരിബാം ജില്ലയിലെ BJPയിലുണ്ടായ കൂട്ടരാജിയാണ്. ഇത് പക്ഷേ BJP പ്രതീക്ഷകളെ തകിടം മറിക്കുമെന്ന് ഉറപ്പാണ്. ജിരിബാം മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയാണ് രാജിവെച്ചത്. നവംബർ 11 നടന്ന കുക്കി മേദേയി സംഘർഷത്തിൽ 6 മേദേയികൾ മരിച്ചതിനെ തുടർന്നാണ് BJPയിൽ പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് പറയുന്നത്. NPPക്ക് പുറമെ ജിരിബാം ജില്ലയിൽ നിന്നുള്ള പിന്തുണ കൂടി ഇല്ലാതായത് നിലവിൽ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ്. ഇതിനു പുറമെ ചില BJP MLAമാർ കൂടി കളം വിടുവാൻ പ്രക്ഷോഭകാരികളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. MLAമാർ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അവരുടെ സത്പേരിനെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഇതുകൂടി കണക്കിലെടുത്താണ് കൂടുതൽ MLAമാർ പാർട്ടി വിടാൻ സജ്ജരായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതേസമയം കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ MLAമാരുമായി കൂടുതൽ ചർച്ചകൾക്ക് നിൽക്കേണ്ടതില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കലാപം ആരംഭിച്ച് ഇത്ര നാളായിട്ടും മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആക്രമം ആളിക്കത്തിക്കുന്ന നടപടികളാണ് പലപ്പോഴും കൈക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് BJP MLAമാരെ ചൊടിപ്പിച്ച ഒരു ഘടകം. മുഖ്യമന്ത്രിയുടെ മെയ്തേ വിഭാഗത്തോടുള്ള അനുഭാവവും കുക്കി സോമി ഗോത്ര വിഭാഗത്തെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്നതും വലിയ തിരിച്ചടിയാകുന്നുണ്ട്. പോലീസും ഭരണ സംവിധാനങ്ങളും ഇക്കാലം അത്രയും മെയ്തേകൾക്കൊപ്പമാണ് നിലകൊണ്ടത്. നിഷ്പക്ഷമായി നിലകൊണ്ടിരുന്ന അസം റൈഫിൾസിനെ മാറ്റി കൂടുതൽ CRPFകാരെ നിയോഗിച്ചതും മുഖ്യമന്ത്രിയുടെ പക്ഷഭേദത്തിന്റെ ബാക്കി പത്രമായാണ് ചർച്ചകൾ വിലയിരുത്തപ്പെടുന്നത്. സംഘർഷം രൂക്ഷമായി പിന്നിട്ടിട്ടും ഇരു വിഭാഗങ്ങളുമായി ചർച്ചകൾ നടത്താൻ ഇതുവരെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് തയ്യാറായിട്ടില്ല. സംഘർഷത്തിന് അയവ് വരുത്തുവാൻ കുക്കി വിഭാഗത്തോട് ഒരിക്കൽ പോലും ചർച്ചയ്ക്ക് ശ്രമിക്കാത്ത മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുതാ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റാണ് സുപ്രീം കോടതിയിൽ പോലും സമർപ്പിച്ചിരിക്കുന്നത്. കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ നിലപാടുകൾക്കെതിരെ സുപ്രീം കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് MLAമാർ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി തന്നെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.